നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പരിശോധിക്കാം ഇന്ന് മഴ മുന്നറിയിപ്പ്, ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മഞ്ഞ അലർട്ടിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജാഗ്രതയോടെ ആയിരിക്കേണ്ടതുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിലുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം കാലവർഷം എവിടെ എത്തിയെന്ന് നോക്കാം. കാലവർഷം ഈ മാസം അവസാനത്തോടെ എത്തുമെന്നാണ് നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നത്. പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് കാലവർഷം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മൺസൂണിന്റെ വരവിന് മുന്നോടിയായുള്ള മേഘങ്ങൾ ഏതാനും ദിവസങ്ങളായി പടിഞ്ഞാറൻ തീരത്തുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മിക്കയിടത്തും മൺസൂണിന് സമാനമായ മഴയാണ് ഇപ്പോൾ കിട്ടുന്നത്. പടിഞ്ഞാറ് നിന്നുള്ള മഴമേഘങ്ങൾ കരയിലേക്ക് കയറി വരുന്ന ദൃശ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അധികൃതർക്ക്. മൺസൂൺ സംസ്ഥാനത്ത് ഇന്നോ നാളെയോ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പ്രവചനം ശരിവെച്ച് ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ കാലവർഷം എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 26-ാം തീയതിയോടെ എത്തുമെന്നാണ് നേരത്തെ അധികൃതർ അറിയിച്ചത്. അപ്പോൾ ഇന്നോ നാളെയോ കാലവർഷം കേരള തീരത്തേക്ക് എത്താനാണ് സാധ്യത. കാലവർഷത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപിക്കൽ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. 48 ഡിഗ്രിയിൽ തിളച്ചു മറിയുകയാണ് ഉത്തരേന്ത്യ. കടുത്ത ചൂട് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുണ്ട്. വേനൽ മഴ, അതുപോലെ തന്നെ അത്തരത്തിൽ വേനൽ മഴയൊക്കെ ശക്തമായി കിട്ടിയത് കൊണ്ട് തന്നെ കൊടും ചൂടിൽ നിന്ന് വലിയൊരു ആശ്വാസമാണ് നമുക്ക് കിട്ടിയത്. 47 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഉത്തരേന്ത്യ തിളച്ചു മറിയുന്നത്. ഉത്തരേന്ത്യയും വലിയ രീതിയിൽ കാലവർഷം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സാമാന്യം ഭേദപ്പെട്ട മഴയാണ് കിട്ടിയത്. മംഗളൂരുവും കടന്ന് കർണാടകത്തിലെ കാർവാറിൽ ഇന്നലെ 20 സെന്റിമീറ്റർ തീവ്ര മഴയാണ് പെയ്തത്. ഇതെല്ലാം മൺസൂൺ പ്രഖ്യാപന സാധ്യതകൾക്ക് അനുകൂല ഘടകങ്ങളായിട്ടാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തെക്കൻ അറബിക്കടലിന് തൊട്ടു താഴെ വരെ മഴ എത്തിയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. ഇനി എപ്പോഴാണ് മൺസൂണിനെ പ്രഖ്യാപിക്കുന്നത്, അതായത് കാലവർഷം എത്തിയെന്ന് എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത്? ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് മുന്നേയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൺസൂണിന്റെ ഇന്ത്യയിലേക്കുള്ള കവാടം കേരളമാണ്. കേരളത്തിലാണ് ആദ്യം മൺസൂൺ എത്തുക. അതിനുശേഷമാണ് ഉത്തരേന്ത്യയിലേക്ക് പോവുക. മെയ് 10-ന് ശേഷം സംസ്ഥാനത്തെ 12ഓളം മഴ മാപിനികളിൽ തുടർച്ചയായ 2 ദിവസം 2.5 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തുകയും പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗം 15 മുതൽ 20 നോട്ട്സായി ഉയരുകയും ചെയ്തുവെന്നാണ് കാലവർഷം പ്രഖ്യാപിക്കാൻ IMD സ്വീകരിക്കുന്ന പ്രധാന മാനദണ്ഡം. തിരുവനന്തപുരം, പുനലൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കുടലു, മംഗളൂരു, മിനിക്കോയി എന്നീ മാപിനികളിലെ മഴയാണ് കാലവർഷം എത്തിയെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മഴ മാപിനി. ചൈന കടലിലും പസഫിക്കിലും ആകാശത്തേക്ക് പോകുന്ന ദീർഘദൂര വികിരണങ്ങളുടെ തരംഗ ദൈർഘ്യ തോതും കുറയണം. എങ്കിൽ മാത്രമേ കാലവർഷമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കനത്ത മൺസൂൺ മേഘപാളികൾ ആകാശത്തെത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ദീർഘദൂര വികിരണങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്നത്. ഉത്തരേന്ത്യൻ താപനിലയെ മൺസൂൺ പ്രഖ്യാപിക്കുന്നതിനായി സ്വീകരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ജൂൺ 1-നാണ് സംസ്ഥാനത്ത് സാധാരണ കാലവർഷം എത്താറുള്ളത്. 2005 മുതൽ കാലവർഷം തുടങ്ങുന്ന തീയതി കൃത്യമായി പ്രവചിക്കാൻ കാലാവസ്ഥാ നിരീക്ഷകർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രവചനങ്ങളാണെങ്കിൽ 26 എന്ന് പറഞ്ഞു. ഇന്ന് എത്തുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. ഇനി അത് പ്രഖ്യാപിക്കണമെങ്കിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി പരിശോധിച്ച് മാത്രം ഇത് കാലവർഷമാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ ഇത്തരത്തിലാണ്. കാലവർഷം ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കൂളൊക്കെ തുറക്കും. അടുത്ത 2 മാസം മഴയുണ്ടാകും. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അത്തരത്തിലാണ്. അപ്പോൾ മഴയുണ്ടാകും. അപ്പോൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. മഴയുണ്ടാകുന്നതിനോടൊപ്പം തന്നെ മഴക്കെടുതികളും ഒരു വശത്ത് ശക്തമാകും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും, കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ് വരെയും, ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, എറണാകുളം മുനമ്പം FH മുതൽ മറുവക്കാട് വരെയും, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും, മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും, കോഴിക്കോട് ചോമ്പാൽ FHS മുതൽ രാമനാട്ടുകര വരെയും, കണ്ണൂരിൽ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും, കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും. ഈ ജില്ലകളിലെ തീരങ്ങളിൽ 27-ാം തീയതി രാവിലെ 5:30 മുതൽ 28-ാം തീയതി രാത്രി 11:30 വരെ 0.7 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് 27-ാം തീയതി രാവിലെ 2:30 മുതൽ 28-ാം തീയതി രാത്രി 11:30 വരെ 1.0 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകൾ, കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. 27-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും, അതായത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 27-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. 27-ാം തീയതി വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല, 27-ാം തീയതി വരെ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും, ചില അവസരങ്ങളിൽ മണിക്കൂർ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.